നമ്മുടെ ജഗപേട്ടൻ ആള് നമ്മള് സ്ഥാപനം തുടങ്ങിയ ഒരു 35 വർഷമായിട്ടുള്ള ബന്ധാണ്. ആള് DCC വൈസ് പ്രസിഡന്റ് ആണ്. എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഇപ്പോ DCCയില് സീനിയറായിട്ടുള്ള ഭാരവാഹിസ്ഥാനം വഹിക്കുന്ന ആളാണ്. കാലങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ചർച്ചകൾ നടക്കുന്ന അതാണ്. ആള് എപ്പോഴും കടയിൽ വരുന്ന ആളാണ്. അപ്പോ ഇന്നത്തെ വിശേഷം ജഗപേട്ടൻ പറയും. എന്താണ് വിശേഷം? നല്ല വിശേഷം, നന്നായി പോകുന്നു. ജോൺസന്റെ ബിസിനസ് ഒക്കെ വളരെ നന്നായി ഡെവലപ്പ് ചെയ്ത് മറ്റു പലർക്കും മാതൃകാപരമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്നു. നല്ല കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ വളരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. യെസ്. ഇപ്പൊ നമ്മളെ ഈ നിലമ്പൂർ പല വിഷയങ്ങളുണ്ട്. ഒന്ന് നിലമ്പൂർ ഇലക്ഷൻ ഉണ്ട്, പിന്നെ പുതിയ KPCC പ്രസിഡന്റ് വന്നിട്ടുണ്ട്, പിന്നെ പുതിയ DCC പ്രസിഡന്റ് വന്നിട്ടുണ്ട് അല്ലേ. ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, പിന്നെ നിയമസഭ ഇലക്ഷൻ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 പ്രാവശ്യം ഇടതുപക്ഷം കൂടെ തുടർഭരണത്തിൽ വന്ന് 3-ാം വർഷം തുടർഭരണം എന്നുള്ളൊരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ UDF വൻ വിജയം നേടിയിട്ട് വീണ്ടും ഇടതുപക്ഷം. ഈ ലോക്സഭ ഇലക്ഷനിലും UDF വൻ വിജയം നേടി, വീണ്ടും ഇടതുപക്ഷം വരുമെന്നുള്ളൊരു ട്രെൻഡ് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിന് പിന്നെ BJP ആണെങ്കിൽ ശക്തമായ സുരേഷ് ഗോപിയുടെ വിജയത്തോടുകൂടി ശക്തമായ ഒരു രംഗപ്രവേശനമുള്ള പോലെയാണ് കാണുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിന് മറികടക്കാനായിട്ട് പുതിയ KPCC പ്രസിഡന്റ്, അതുപോലെ പുതിയ DCC, ഇതിന്റെയൊക്കെ തലത്തില് നിങ്ങളുടെ ടീം, ഇപ്പോ നമ്മുടെ VD സതീശൻ പറയുന്നുണ്ട് 110 സീറ്റിലൊക്കെ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ ബേസ് അടിസ്ഥാനം എന്താണ്? രഹസ്യമായിരിക്കാമല്ലോ, എന്താണ് ഒരു കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഇന്നേവരെ ചെയ്യാത്ത വളരെ തന്ത്രപരമായ ചില പ്ലാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തില് 10 വർഷം ആകാൻ പോവുകയാണല്ലോ. 10-ാം വർഷത്തിലേക്ക് കടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനിയും അധികാരത്തിൽ വരാതിരിക്കാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് ഇനിയും ഒരു ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു ഗവൺമെന്റ് വരണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ജനാധിപത്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അത്തരം വിഭാഗം ആളുകളെ ഒരുമിപ്പിച്ച് ഒരു ശക്തമായ മുന്നേറ്റം നടത്തുന്നതിനുള്ള ഒരു പ്രാഥമിക പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് സംസ്ഥാന തലത്തിൽ തന്നെ അതിനൊരു രഹസ്യ തലത്തിലുള്ള ഒരു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാന തലത്തിൽ മറ്റു പല കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി KPCC പ്രസിഡന്റ് നേരത്തെ സുധാകരനായിരുന്നു, ഇപ്പൊ സണ്ണി ജോസഫും വന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഒരു ടീം നല്ല രീതിയിൽ കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളെ 3ആയി തിരിച്ചുകൊണ്ട് കോൺഗ്രസിന് തീർച്ചയായും ജയിക്കാവുന്ന ABC എന്നാക്കി. A എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അത്യത്യാഗങ്ങളില്ലാതെ ഇപ്പോൾ ജയിക്കാൻ പറ്റുന്ന സീറ്റുകൾ. B എന്ന് പറയുന്നത് നന്നായി കഷ്ടപ്പെട്ട് ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തിയാൽ ജയിക്കാവുന്ന സീറ്റ്. C എന്ത് ചെയ്താലും ജയിക്കില്ല എന്ന സീറ്റ്. അതില് B എന്ന് പറയുന്നതിൽ C എന്ന് പറയുന്നതിൽ നിന്ന് ഈ സീറ്റ്, ഈ ഇത്തരം നിയോജക മണ്ഡലങ്ങളെ A വിഭാഗത്തിലേക്ക് കൊണ്ടുവരിക, അതായത് മുൻനിരയിലേക്ക് കൊണ്ടുവരിക. അതിനാവശ്യമായ തന്ത്രങ്ങളുടെ ഒരു രഹസ്യ ടീം ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മൊസാദ് ഒരു ഇത് അത് കോൺഗ്രസ് പാർട്ടി ഇത്രയും കാലം ചെയ്യാറില്ല. അത് ആദ്യമായിട്ടാണ് കേരളത്തില് ഈ നിയോജക ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്നതിന് മുൻപ് വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ടീം വർക്ക് രഹസ്യമായി നടക്കുന്നു. അത് മുകൾത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും അറിയാത്ത പോലെയാണ് ആ കാര്യങ്ങൾ നടത്തുന്നത്. അത് അതിന് പല വിധത്തിലുള്ള ആളുകളുടെ പിന്തുണയുണ്ട്. സമുദായ നേതാക്കളുണ്ടാകാം, പൊതുപ്രസക്തരായ ആളുകളുണ്ടാകാം. അങ്ങനെ പൊതുരംഗത്ത് ജനങ്ങളുമായി ബന്ധമുള്ള ടീമിനെ ആകർഷിക്കാൻ ആവശ്യമായ പദ്ധതികൾ ഇട്ടുകൊണ്ട് രഹസ്യ അജണ്ട, ചുരുക്കത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപി ജയിച്ചത് ഒരു രഹസ്യ അജണ്ടയിലൂടെയാണ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു രഹസ്യ അജണ്ടയിലൂടെ കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. സംസ്ഥാന നേതൃത്വം അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്.
ഓക്കെ ഒരു